നമസ്കാരം, ചന്ദ്രലേഖയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം ഓരോ രീതിയിൽ അനുഗ്രഹീതമാണ്. നമ്മളെക്കാളും ഉയർന്നവരെ നോക്കി അയ്യോ എനിക്കിതിന് സാധിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കാതെ നമുക്ക് ചുറ്റും നോക്കുക. എത്ര പേര് ഡിസഡ്വാൻറ്റേജസ് അത് അഡ്വാൻറ്റേജസ് ആക്കി മാറ്റി സക്സസ്ഫുള്ളി ജീവിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഉള്ളിൽ നമ്മൾ ന്യൂനതകളെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ മാറ്റി നിർത്തിയിട്ട് പ്ലസ് പോയിൻറ്റ്സ് ഡെവലപ്പ് ചെയ്ത് സക്സസ്ഫുൾ ആക്കാൻ ശ്രമിക്കുക. ചന്ദ്രലേഖയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഓംലെറ്റ് ഇന്ന് നമുക്ക് വിപണിയിൽ കിട്ടുന്ന ഒട്ടുമിക്ക പച്ചക്കറികളും പഴങ്ങളും വിഷം കലർന്നതാണ്. അതുകൊണ്ട് നമ്മൾ നിർബന്ധമായിട്ടും പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വീട്ടിൽ പഴങ്ങളും പച്ചക്കറികളും വാങ്ങിച്ച് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഉപ്പിട്ട വെള്ളത്തിൽ ഇത് മുക്കി വെച്ചിട്ട് കഴുകി ഉപയോഗിക്കണം. നിർബന്ധമായിട്ടും ചെയ്യണം. നമുക്ക് ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഇപ്പം അറിയാൻ പറ്റില്ല. കുറേ നാളിന് ശേഷമാണ് നമുക്ക് വളരെയധികം ഹെൽത്ത് ഇഷ്യൂസ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സ്ട്രിക്ട്ലി ഉപ്പുവെള്ളത്തിൽ മുക്കി വെച്ച് ഉപയോഗിക്കുക. ഇനി നമുക്ക് ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടൊരു കുക്കറി സെഗ്മെൻറ്റ് കാണാം. ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വിഭവമാണ് ഓംലെറ്റ്. പക്ഷേ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഓംലെറ്റ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. കാരണം നമുക്കറിയാവുന്ന ഓംലെറ്റ് എഗ്ഗ് ചേർത്തിട്ടുള്ള ഓംലെറ്റാണ്. ഇന്ന് വെജിറ്റേറിയൻസിനും കൂടെയുള്ള ഒരു ഹാപ്പി ന്യൂസായിട്ടാണ് ചന്ദ്രലേഖ വന്നിരിക്കുന്നത്. കാരണം ചന്ദ്രലേഖയിൽ നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു വെജിറ്റേറിയൻ ഓംലെറ്റാണ്. ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ എത്തിയിരിക്കുന്നത് അങ്കമാലിയിലെ പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റായ രസത്തിലാണ്. രസത്തിൻ്റെ സൂഷെഫ് ഷിജോ നമ്മളോടൊപ്പം ഉണ്ട്. ഹായ് ഷെഫ്. വെജിറ്റേറിയൻ ഓംലെറ്റ് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്? നമുക്ക് സൺഫ്ലവർ ഓയിൽ 2 സ്പൂണ്, കടലമാവ്, മൈദ 1 സ്പൂണ്, ചില്ലി പൗഡർ, ഒനിയൻ ചോപ്പ് ചെയ്തത്, പച്ചമുളക് ചോപ്പ് ചെയ്തത്, തക്കാളി ചോപ്പ് ചെയ്തത്, മല്ലിയില ചോപ്പ് ചെയ്തത്, കറിവേപ്പില ചോപ്പ് ചെയ്തത്, ഉപ്പ്, ബ്ലാക്ക് പെപ്പർ, വെള്ളം. ഇത്രയാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ. മിക്സ് ചെയ്യണം. നമുക്ക് 2 സ്പൂൺ കടലമാവിൻ്റെ പൊടി ഇടാം. 2 സ്പൂൺ അല്ലേ? ഇത് 2 സ്പൂൺ എടുക്കുവാണെങ്കിൽ മൈദ 1 സ്പൂൺ മതിയില്ലേ? ഇനി എന്താ വേണ്ടത്? സവാള ചോപ്പ് ചെയ്ത് 1 സ്പൂൺ മതിയോ? 1 സ്പൂൺ കൂടി ഇട്ടേക്കാം. എന്തായാലും ഓംലെറ്റ് അല്ലേ? ഗ്രീൻ ചില്ലി ചോപ്പ് ചെയ്ത് നമ്മൾ എഗ്ഗ് ഓംലെറ്റ് അടിക്കുന്ന മാതിരി തന്നെ എല്ലാ സാധനങ്ങളും ഇത് തന്നെ. നമ്മൾ എഗ്ഗ് ഇടുന്നില്ല മാത്രമേ ഉള്ളൂ. അതിന് പകരമായിട്ട് നമ്മൾ ഈ മാവ് ഇടുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കുറച്ചായിട്ട് അത് അലിയിച്ചെടുക്കണം അല്ലേ? കുറച്ച് ചില്ലി പൗഡർ എത്ര വേണ്ട? മല്ലിയില ഇടട്ടെ? ഇത്ര മതിയോ? ഉപ്പ് മതിയോ? കറിവേപ്പില ഇട്ടിരുന്നു. ഓൾറെഡി മിക്സ് ആയി. സോ ഇതിപ്പം നമ്മൾ വെജിറ്റേറിയൻ ഓംലെറ്റിനുള്ള ഇൻഗ്രീഡിയൻസ് ശരിക്കും അടിച്ചു വെച്ചിരിക്കുകയാണ്. ഇതിൽ നമ്മൾ ആഡ് ചെയ്തത് 2 സ്പൂൺ കടലമാവ്, 1 സ്പൂൺ മൈദ, സവാള അരിഞ്ഞത്, പച്ചമുളക്, തക്കാളി, മല്ലിയില, കറിവേപ്പില, കുറച്ച് മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ലാസ്റ്റ് നമ്മൾ ഇടാൻ വേണ്ടി. ഓക്കെ, അത് നന്നായിട്ട് വെള്ളത്തിൽ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ചൂടാവാൻ പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഇതുമാതിരി തന്നെ നമുക്ക് ഉണ്ടാക്കുന്ന മറ്റൊരു ഡിഷാണ് ഊത്തപ്പം, രസം സ്പെഷ്യൽ ഊത്തപ്പം. അതിനുവേണ്ടി നമുക്ക് ഇത് തന്നെ സെയിം മാവ് തന്നെ അതിൽ മഷ്റൂമും ബേബിക്കോണും പനീറും ഇട്ട് നമ്മൾ കുറച്ച് പൊട്ടറ്റോ മസാലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ കുറച്ച് ക്യാപ്സിക്കം കൂടി ചോപ്പ് ചെയ്തിട്ട് വെറൈറ്റി ഒരു ഊത്തപ്പം ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇവിടെ അത് നമുക്ക് ഫ്രൈ പാനിലാണ് ശരിക്കും തവയിലാണ് എടുക്കുന്നത്. വീടുകളിലാണെങ്കിൽ നമുക്കിത് നല്ലൊരു ഫ്രൈ പാനിൽ ഉണ്ടാക്കുകയാണ്. നമുക്ക് വീടുകളിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫ്രൈ പാനിൽ. വിചാരിക്കുമായിരുന്നു ഈ ഇൻഗ്രീഡിയൻസ് ഒന്നും എടുത്തില്ലല്ലോ എന്ന്. അപ്പൊ നമ്മളിപ്പോ അതും ചെയ്യുന്നുണ്ട് അല്ലേ?
സോ വെജിറ്റബിൾ ഓംലെറ്റ് റെഡിയായി. നമുക്ക് അപ്പോഴേക്കും ഊത്തപ്പത്തിൻ്റെ ഓയിൽ ഒഴിക്കാമല്ലോ അല്ലേ? കുറച്ച് ഓയിൽ. വെജിറ്റബിൾ ഓംലെറ്റ് ഞാനൊന്ന് ഫാസ്റ്റായിട്ട് പറയാം. കടലമാവ്, മൈദ, 2 സ്പൂണ് മൈദ, സവാള, പച്ചമുളക്. സാധാരണ നമ്മൾ ഓംലെറ്റിൽ എന്തൊക്കെയാണോ ആഡ് ചെയ്യുന്നത് അതെല്ലാം ആഡ് ചെയ്യുക. കുറച്ച് ഉപ്പ്, വെള്ളം ആഡ് ചെയ്യും. മുട്ടയ്ക്ക് വരെ നമ്മൾ ഈ മാവുകളും വെള്ളവും മാത്രം, ബാക്കി ഒരു ഡിഫറൻസും ഇല്ല. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബീറ്റ് ചെയ്യുക, വറുക്കുക. ഇതിന് മുകളിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്യുക. നമ്മുടെ വെജിറ്റേറിയൻ ഓംലെറ്റ് റെഡിയായി കഴിഞ്ഞു. നമുക്ക് ഊത്തപ്പം നമുക്ക് അതേ മാവ് തന്നെ. കുറച്ച് മഷ്റൂം, മതിയോ? ബേബി കോൺ, പനീർ. ഇത് എന്ത് നമ്മൾ ക്രഷ് ചെയ്തേക്കുന്നതാണ് അല്ലേ? മുകളിലായതുകൊണ്ട് നമുക്ക് കുക്ക് ആവില്ല, അതുകൊണ്ട് നമുക്ക് ക്രഷ് ചെയ്തിട്ട് ഓൾറെഡി കാമുണ്ട്. ഇനി മസാല അല്ലേ? മതിയോ? കുറച്ച് ഒനിയൻ ചോപ്പ് ചെയ്ത്, ക്യാപ്സിക്കം ചോപ്പ് ചെയ്തത് മതിയോ? കുറച്ച് ചില്ലി പൗഡർ, മുളക് പൊടി ഇടുക ഇതിനകത്ത്. കുറച്ച് ഇത്ര വേണ്ടി വരുമോ? ഗ്രീൻ ചില്ലി വേണം അല്ലേ? ഒനിയൻ ചോപ്പ് ചെയ്ത്, അപ്പോൾ നമ്മൾ ഊത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മസാല മിക്സ് ചെയ്തു. അതിലേക്ക് ഈ വെച്ചിരുന്ന കോണ്, പനീർ ക്രഷ് ചെയ്തത്, മഷ്റൂം, ക്യാപ്സിക്കം അരിഞ്ഞത്, പൊട്ടറ്റോ മസാല, പിന്നെ കുറച്ച് ഓണിയൻ, ഗ്രീൻ ചില്ലീസ്, പിന്നെ മുളക് പൊടി, ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യും. നമുക്ക് മാവ് ഒഴിക്കാം അല്ലേ? തവയിലാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ആ മസാല നമ്മൾ മിക്സ് ചെയ്തത് ഇതിന്റെ മേലേക്ക്. ഇതിന്റെ പുറത്ത് ഇങ്ങനെ ഓണിയൻ മാത്രമേ ഉള്ളത് തന്നെയാണ് ഓണിയൻ ഊത്തപ്പം. ഓണിയൻ ഇടും, ടൊമാറ്റോ ഊത്തപ്പം ടൊമാറ്റോ ഇടാം. നമുക്ക് ഇതിപ്പോൾ രസം സ്പെഷ്യലായിട്ട് നമ്മൾ മഷ്റൂം, ബേബിക്കോൺ എല്ലാം ഇട്ട് മസാല ഇട്ടിട്ട് എന്താ വിളിക്കുന്നത്? രസം സ്പെഷ്യൽ ഊത്തപ്പം. മുകളിൽ കുറച്ച് മല്ലിയില മറിച്ചിട്ടില്ലേ? മറിച്ചിടും. കുറച്ച് തക്കാളി ചോപ്പ്, എല്ലാ പച്ചക്കളറും മഞ്ഞ കളറും എല്ലാം കൂടി ഒരു കളർഫുൾ ആയിട്ടുണ്ട്. റെഡ്, ഗ്രീൻ, നല്ല ടേസ്റ്റി ഫുഡാണ്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. വെന്ത് കാണുമോ? സെർവ് ചെയ്യാൻ ശരിക്കും ചട്നീൻ്റെ കൂടെയാണല്ലേ ഇത് സെർവ് ചെയ്യാൻ നമ്മളൊരു പ്ലേറ്റിൽ നല്ല ഇലയൊക്കെ വെച്ചിട്ട് ചട്നി, സാമ്പാർ ഒക്കെ, 2 ചട്നിയൊക്കെ വെച്ചിട്ട്, കോക്കനട്ട് ചട്നിയും ടൊമാറ്റോ ചട്നിയും സാമ്പാറും ഒക്കെ വെച്ചിട്ട് ഒരു ഇലയൊക്കെ വെച്ച് പ്ലേറ്റൊക്കെ നല്ല അറേഞ്ച് ചെയ്തു. ഇനി നമുക്ക് ഊത്തപ്പം കിട്ടേണ്ട താമസമേ ഉള്ളൂ. എടുക്കാമല്ലോ അല്ലേ? സെർവ് ചെയ്യാം അല്ലേ? രസം സ്പെഷ്യൽ ഊത്തപ്പം കണ്ടാൽ തന്നെ അറിയാം നല്ല യമ്മി ആയിട്ടുണ്ട്. ഈ 2 ചട്നിയും സാമ്പാറും ഒക്കെ ഉണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഈ 2 ഐറ്റംസ് ആണെങ്കിലും നമ്മളിപ്പോൾ ഉണ്ടാക്കിയതായാലും ഓംലെറ്റ് ആണെങ്കിലും ഊത്തപ്പം ആണെങ്കിലും രണ്ടിനും ഒരേ ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ്. ആകെ കൂടുതൽ വേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. ഇത്രയും സമയം നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഇതെല്ലാം ഉണ്ടാക്കി തന്നതിന് ഷെഫിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.
നമ്മൾ വീട്ടിലേക്ക് ലൈറ്റ് തിരഞ്ഞെടുക്കാൻ പോകുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊരു നോളജ് ഇല്ലെങ്കിൽ വി എൻഡ് അപ്പ് ഇൻ ബൈയിങ് ദ റോങ് ലൈറ്റ്സ്. ലൈറ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മളുടെ ഇൻറ്റീരിയറിന് അനുയോജ്യമാകുമോ എന്നതിനെക്കുറിച്ച് ഒരു ബേസിക് നോളജ് തന്നെ നമുക്ക് വേണ്ടിയിരിക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം അടുത്ത സെഗ്മെൻറ്റിലൂടെ. വൈദ്യുതി അമൂല്യമാണ്, അത് പാഴാക്കരുത് എന്ന് എപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. എങ്കിൽ കൂടിയും അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ആരും കൊടുക്കാറില്ല. ഇലക്ട്രിസിറ്റി എങ്ങനെ എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യാമെന്നും അതുവഴി പവർ കൺസപ്ഷൻ എത്രത്തോളം കുറയ്ക്കാം എന്നുമാണ് ചന്ദ്രലേഖയിലൂടെ ഇന്ന് ഞങ്ങൾ പറഞ്ഞു തരുന്നത്. ഇതിനുവേണ്ടി ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് വൈറ്റിലെ BRM ലൈറ്റ്സിലാണ്. നമ്മോട് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഇതിൻ്റെ MDയും പ്രമുഖ കോൺട്രാക്ടറുമായ മിസ്റ്റർ ബിജു മേനോനാണ്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. ഹലോ സർ. ഹായ്. നമ്മൾ ഈ ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ചൂസ് ചെയ്യുമ്പോൾ പലരും അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പർപ്പസ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാറില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഈ എനർജി സേവിങ്ങിൻ്റെ കാര്യമാണ്. കറക്റ്റ് അല്ലേ? കൃത്യമാണ്. രജനി പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. എനർജി സേവിങ്ങിനെ കുറിച്ച് നമ്മുടെ ആൾക്കാർ ഇനിയും ഒരുപാട് അവെയർ ആവേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. നമ്മൾ ടെലിവിഷനിലൊക്കെ ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ പരസ്യങ്ങളൊക്കെ കാണാം ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ എനർജി സേവിങ്സിനെ കുറിച്ച്. പക്ഷെ നമ്മൾ വളരെ ലാഘവത്തോടുകൂടിയാണ് ആ പരസ്യങ്ങളാണെങ്കിലും ഗവൺമെൻറ് പ്രൊമോഷൻ പരിപാടികളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന 0 വാട്ട് ബൾബ്, അപ്പോൾ നമ്മൾ 24 മണിക്കൂറും നമ്മുടെ പൂജാമുറിയിലോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന 24 മണിക്കൂറും യൂസ് ചെയ്യുന്ന ബൾബാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ 25 വാട്ടിൻ്റെ ബൾബ് എന്ന് പറയാൻ നേരത്ത് ഈ 0 വാട്ടിൻ്റെ ബൾബ് എന്ന് പറയാൻ നേരത്ത് ഈ 25 വാട്ടോളം ഉണ്ട്. അത് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു 24 hours അതിൻ്റെ എനർജി കൺസംഷൻ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു മാസം ഏകദേശം അതൊരു 18-20 യൂണിറ്റോളം ഇലക്ട്രിസിറ്റി അത് കൺസ്യൂം ചെയ്യും. അപ്പോൾ ഒരു വർഷത്തേക്ക് നമ്മൾ അതിൻ്റെ ഒരു ഇലക്ട്രിസിറ്റി കൺസ്യൂംഷൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 200 യൂണിറ്റോളം വരും. അപ്പോൾ നമ്മളിപ്പോൾ KSEBിയുടെ ഒരു താരിഫ് വെച്ച് നോക്കാൻ നേരത്ത് 3 രൂപ ഒരു യൂണിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 600 രൂപ. അപ്പോൾ ഈ 600 രൂപ ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമായ ഒരു തുകയാണ് ഒരു 600 രൂപ. അപ്പോൾ ഒരു 600 രൂപ സേവ് ചെയ്തിട്ട് എന്തിനാണ് നമ്മൾ ഒരുപാട് പൈസ ചിലവാക്കണ്ടല്ലോ. അതാണ് ആൾക്കാരുടെ ഒരു ന്യായം. പക്ഷേ ഇതിൻ്റെ ഒരു സീരിയസ്നെസ് നമ്മൾ കേരള സംസ്ഥാനത്തിന് മാത്രം, നമ്മൾ ഇന്ത്യയും മൊത്തത്തിൽ എടുക്കണ്ട, കേരള സംസ്ഥാനത്തിന് മാത്രം എടുക്കാൻ നേരത്ത് 3.5 കോടി ജനങ്ങളാണ് നമുക്ക് കേരളത്തിലുള്ളത്. ഇതിലൊരു 10% ആൾക്കാർ, 35 ലക്ഷം ആൾക്കാർ ഒരു 0 വാട്ട് ബൾബും വേണ്ട, അല്ലെങ്കിൽ ഒരു 0 വാട്ട് ബൾബ് ഓഫ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ ഒരു LED ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നേരത്ത് ഒരു 35 ലക്ഷം ജനങ്ങൾ, 10% ജനങ്ങൾ ഈ ഒരു 25 വാട്ടിൻ്റെ ബൾബ് മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. ഒരു 35 ലക്ഷം ഇൻറ്റു ഈ 600 or 800 റുപ്പീസ്, ഏകദേശം 250 കോടി രൂപയാണ് ഒരു വർഷം നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു ബൾബ് കേരളത്തിലെ 10% ജനങ്ങൾ ഓഫ് ചെയ്യാൻ നേരത്ത് 250 കോടി സേവ് ചെയ്യുമെങ്കിൽ കേരളത്തിലെ എല്ലാവരും അതിനെക്കുറിച്ച് അവെയർ ആണെന്നുണ്ടെങ്കിലും എത്ര കോടിക്കണക്കിന് രൂപ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഇതാണ് എനർജി എഫിഷ്യൻസിനെ കുറിച്ച് അല്ലെങ്കിൽ എനർജി സേവിങ്സിനെ കുറിച്ച് ഗവൺമെൻറ് ഇത്ര അധികം ഒരു ആൾക്കാരെ ബോധവൽക്കരിക്കാനുള്ളൊരു ശ്രമം നടത്തുന്നതിൻ്റെ റീസൺ ഇതാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ 10% ജനങ്ങളിൽ നിന്നല്ല, കേരളത്തിലെ എല്ലാ ആൾക്കാരും അവെയർ ആയതിനു ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എനർജി സേവിങ് ഭയങ്കര ഹ്യൂജ് ആയിരിക്കും. ഓക്കെ, എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് ഇപ്പം അഡ്വർടൈസ്മെൻറ്റിലൂടെയും ഒക്കെ ഒരുപാട് അവയർനെസ് നമ്മുടെ ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അതല്ലാതെയും വേറെയും ഒരുപാട് പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ വളരെ റീസെൻ്റായിട്ട്, അത് ഇന്ത്യ ഗവൺമെൻറ് തന്നെ റീസെൻ്റായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്കീമാണ് LED ബൾബ്. LED ബൾബ് 10 രൂപയ്ക്ക് ഒരു LED ബൾബ് ഓരോ വീടുകളിലും എത്തിക്കുക എന്നുള്ളൊരു സ്കീം
വരുന്നുണ്ട്. കേരളത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു LED ബൾബിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് 200 രൂപയിൽ കൂടുതലാണ്. അപ്പോൾ ഗവൺമെന്റ് 200 രൂപയിൽ കൂടുതൽ വിലയുള്ള ഒരു ബൾബ് ഗവൺമെന്റ് പർച്ചേസ് ചെയ്തിട്ട് പൊതുജനങ്ങൾക്ക് 10 രൂപയ്ക്ക് കൊടുക്കുകയാണ്. ഗവൺമെന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 190 രൂപയോളം അതിൽ നഷ്ടമുണ്ട്. പക്ഷെ നമുക്ക് വളരെ സർപ്രൈസ്ഡ് ആവാൻ, നമുക്ക് വളരെ ആശ്ചര്യം തോന്നാനുള്ള ഒരു കേസ് എന്ന് വെച്ചാൽ എന്തിനാണ് ഗവൺമെന്റ് ഇത്ര നഷ്ടം സഹിക്കുന്നത്? യഥാർത്ഥത്തിൽ ഗവൺമെന്റിന് വളരെയധികം ലാഭം ഉണ്ടാവുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു 60 വാട്ടിൻ്റെയോ 100 വാട്ടിൻ്റെയോ ബൾബ് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നതിന് പകരം ഒരു 5 വാട്ടിൻ്റെ LED ബൾബായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കണക്ക് ഇതിനെ റിലേറ്റ് ചെയ്യുന്ന ഹ്യൂജ് ആണ് സേവിങ്സ്. അപ്പോൾ നമുക്ക് നമ്മളെപ്പോഴും ഇലക്ട്രിസിറ്റി ബോർഡ് എപ്പോഴും പറയുന്നുണ്ട്, നമുക്ക് എനർജി സേവ്ഡ് ഈസ് ഈക്വലന്റ് ടു എനർജി പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഗവൺമെൻറ് ആ ഒരു ഇതിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരുപാട് പരിമിതികളുണ്ട്. ഇപ്പോൾ ജലവൈദ്യുതി പദ്ധതികൾ ഇവിടെ നമുക്ക് കേരളത്തിൽ സ്പേസ് ലിമിറ്റഡ് ആയതുകൊണ്ടും റിസോഴ്സസ് ലിമിറ്റഡ് ആയതുകൊണ്ടും വൈദ്യുതി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരുപാട് ലിമിറ്റേഷൻസ്. അതിനേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ ആണ് ഉള്ളതിനെ സേവ് ചെയ്യുക. അപ്പോൾ ആ ഒരു സേവിങ്സിന് വേണ്ടിയിട്ടാണ് ഈ ഹയർ വോൾട്ടേജ് കപ്പാസിറ്റിയുള്ള ബൾബുകൾക്ക് പകരം ഈ ചെറിയ ബൾബുകൾ കൊടുക്കുന്നത്. അപ്പോൾ ബൾബുകൾ കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സേവിങ്സ് ഉണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടുത്തെ ഇടുക്കി ജലവൈദ്യുതി പദ്ധതി പോലുള്ള അല്ലെങ്കിൽ വേറെ ഈ തെർമൽ പവർ കോർപ്പറേഷൻ്റെ ഹരിപ്പാടുള്ള NTPCയുടെ പ്രോജക്റ്റൊക്കെ ബില്യൺസ് ആണ് നമ്മളൊരു വൈദ്യുതി പദ്ധതിക്ക് വേണ്ടി ചിലവാക്കുന്നത്. അപ്പോൾ അതിൻ്റെ 10% കാശ് മതി നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവനും ഗവൺമെൻറ്റിന് ഫ്രീ ആയിട്ട് വരെ LED ബൾബ് കൊടുക്കാം. അപ്പോൾ അതാണ് ഇതിൽ ഗവൺമെൻറ് കാണുന്നൊരു സേവിങ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ മറ്റൊരു കാര്യം ചോദിക്കാനാണെങ്കിൽ, ഇപ്പോൾ വാണിജ്യ ആവശ്യത്തിനല്ലാതെ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കായിട്ട് നമുക്ക് ഒരുപാട് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ്, ഇലക്ട്രോണിക്സ് എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒന്നാണ് AC. ഇപ്പം നമ്മുടെ മാറുന്ന കാലാവസ്ഥയിൽ AC ഇല്ലാണ്ട് ശരിക്കും ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയാണ് എത്തിയിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ കൂടെ AC ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്ന ഒന്നുമാണ്. മീൻസ് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലൊന്ന് കൂടിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്ന ഒരു എക്യുപ്മെൻ്റാണ് AC. അപ്പം ഈ AC സെലക്ട് ചെയ്യുന്നതിൽ തന്നെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെ നമുക്കിത് കുറയ്ക്കാമെന്ന് കേട്ടിട്ടുണ്ട്. അതെന്തൊക്കെ കാര്യങ്ങളാണ്? AC-നെ പറ്റി നമുക്ക് ആൾക്കാർക്കുള്ളൊരു ഒരു നോളജും വളരെ തെറ്റായ ഒരുപാട് നോളജ്, ഒരുപാട് ധാരണകളുള്ളൊരു സംഭവമാണ് എയർ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഞാൻ പലപ്പോഴും ഈ കസ്റ്റമേഴ്സ് ഇവിടെ വരാൻ നേരത്ത് വീട്ടിലേക്ക് AC മേടിക്കാൻ അല്ലെങ്കിൽ AC-യുടെ കാര്യം പറയാൻ നേരത്ത് പറയും ഒരു AC മതി. അപ്പോൾ നമ്മൾ എത്ര ബെഡ്റൂം ഉണ്ടോ ചോദിക്കാൻ നേരത്തെ ചിലപ്പോൾ 2-3 ബെഡ്റൂം ഉണ്ട്, ഒരെണ്ണം മതി. ഒരെണ്ണത്തിൽ പഴയ AC ഉണ്ട്, ഞാൻ പണ്ട് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന AC-യാണ്. അപ്പോൾ അത് കഴിഞ്ഞ 15 വർഷമായിട്ട് നല്ല പെർഫോമൻസ് ആണെന്നൊക്കെ പറയുന്നുണ്ട് സംഭവം. പക്ഷെ തികച്ചും അബദ്ധമായ ധാരണയാണ്. 15 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ടെക്നോളജിയിൽ നിന്ന് ഒരുപാട് അഡ്വാൻസ് ആയ ടെക്നോളജി. അപ്പോൾ ഇപ്പോൾ ഉള്ള ACs എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ACs ആണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ AC-നെ കുറിച്ച് നോക്കാൻ നേരത്ത് 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. തണുപ്പ് നൽകുക എന്നുള്ളതല്ല AC-യുടെ ഒരു പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. തണുപ്പ് മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഫ്രീസിങ് യൂണിറ്റുകൾ വെച്ചാൽ മതി, നമുക്കൊരു ഫ്രീസറിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ഫീലുണ്ട്. നമുക്ക് AC-യുടെ പേരിൽ തന്നെ എയർ കണ്ടീഷണറാണ് AC. അപ്പോൾ എയർ നമ്മൾ കണ്ടീഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? അതിൽ തണുപ്പ് ഒരു ഫാക്ടറാണ്. പിന്നെ നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിരിക്കണം. അപ്പോൾ നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കാൻ നേരത്ത് എയറിലുള്ള എല്ലാവിധ ഇപ്പോൾ ഡസ്റ്റ് റിമൂവ് ചെയ്യണം, ഇപ്പോൾ ബാക്ടീരിയസ് ഒക്കെ റിമൂവ് ചെയ്യുന്ന AC ഉണ്ട്, ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇത് AC നമുക്ക് കിട്ടുന്നുണ്ട്, AC എന്നുള്ള ഫെസിലിറ്റി കിട്ടും. അപ്പോൾ ഇതൊന്നും പലപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സിന് അറിയില്ല. അപ്പോൾ ഞങ്ങൾ അവർ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാറുണ്ട്. സെലക്ഷൻ്റെ ഒരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ AC-യുടെ സെലക്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും കൂടുതൽ നമ്മളൊരു 100 സ്ക്വയർ ഫീറ്റിൻ്റെ അല്ലെങ്കിൽ 150 സ്ക്വയർ ഫീറ്റിൻ്റെ റൂമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു AC-യുടെ റിക്വയർമെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ടൺ, 1 ടണ്ണിൻ്റെ AC-യാണ് നമുക്ക് ആ ഒരു അതിൻ്റെ കാൽക്കുലേഷൻ ഒരു തമ്പ് റൂളാണ്. ഒരു 120 സ്ക്വയർ ഫീറ്റുള്ള റൂമിൽ നമുക്ക് 1 ടൺ AC മതിയായിരിക്കും. പക്ഷേ കസ്റ്റമേഴ്സ് ചിലപ്പോഴും വിചാരിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കുറച്ച് കൂടുതൽ തണുപ്പ് കിട്ടിക്കോട്ടെ, നമുക്കൊരു 1.5 ടണ്ണിൻ്റെ AC വെച്ചേക്കാം എന്ന് അബദ്ധധാരണയാണ്. അപ്പം നമ്മൾ എപ്പോഴും AC സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റൂമിൻ്റെ സൈസ്, ഏത് സൈഡിലാണ് നമ്മുടെ വീട്ടിലെ ഏത് സൈഡിലാണ് നമ്മുടെ റൂം. അതായത് തെക്ക് കിഴക്കേ മൂലയിൽ വരുന്ന റൂമിലും തെക്ക് പടിഞ്ഞാറ് വരുന്ന റൂമിലും എപ്പോഴും നമുക്ക് സൂര്യപ്രകാശം ഡയറക്റ്റായിട്ട് രാവിലെയും വൈകുന്നേരം എത്തുന്ന സ്ഥലം. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എപ്പോഴും അതിൻ്റെ ഔട്ടർ വാൾസ് എപ്പോഴും ഭയങ്കര ഹോട്ടായിരിക്കും രാവിലെയും വൈകുന്നേരം. അപ്പോൾ നമുക്ക് AC കൂടുതൽ സമയം വർക്ക് ചെയ്യേണ്ടി വരും, കൂടുതൽ കപ്പാസിറ്റി ഉള്ള AC യൂസ് ചെയ്യേണ്ടി വരും. ബാക്കിയുള്ള ഷെയ്ഡ്സിലുള്ള റൂമുകൾ, ബാക്കി അതർ സൈഡ്സിലുള്ള റൂമുകൾക്ക്
ഷെയ്ഡ്സിൽ വരുന്ന റൂമുകൾക്ക് അത്ര കപ്പാസിറ്റി ആവശ്യമില്ല. അപ്പോൾ അത് സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. പക്ഷേ പൊതുജനങ്ങൾക്ക് ഒരു തമ്പ് റൂൾ എന്ന രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടേക്കാം, ഒരു 100 to 120 സ്ക്വയർ ഫീറ്റിന് 1 ടൺ. അപ്പോൾ അതനുസരിച്ച് ഫ്രണ്ടിലേക്ക് നമുക്ക് ഇപ്പോൾ ഏകദേശം ഒരു 180 അല്ലെങ്കിൽ 200 സ്ക്വയർ ഫീറ്റുള്ള 150 തൊട്ട് 200 സ്ക്വയർ ഫീറ്റ് വരെയുള്ള റൂമിന് 1.5 ടൺ. അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് ആൾക്കാർക്ക് AC ഈസി ആയിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ അത് കുറഞ്ഞാലും പ്രോബ്ലം ഉറപ്പായിട്ടും ഉണ്ടാവുമല്ലോ അല്ലേ? കുറഞ്ഞാലും പ്രോബ്ലമാണ്, കൂടിയാലും പ്രോബ്ലമാണ്. ഇപ്പോൾ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ 1 ടൺ അല്ലെന്നുണ്ടെങ്കിൽ 1.5 ടൺ വേണ്ട AC വേണ്ട ഒരു സ്ഥലം, അപ്പോൾ അവിടെ നമ്മളൊരു 0.75 ആണ് അല്ലെങ്കിൽ 1 ടൺ ആണ് വയ്ക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ AC നമ്മൾ സെറ്റ് ചെയ്ത ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. വൺസ് ഈ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യും ഉടനെ തന്നെ നമ്മൾ ഈ കംപ്രസർ കട്ട് ഓഫ് ആവും. അപ്പോൾ ഇത്ര വലിയ റൂം ആയതുകൊണ്ടും അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ ഒക്യുപ്പൻസ് കൂടുതലായതുകൊണ്ട് വീണ്ടും ടെമ്പറേച്ചർ റൈസ് ഉണ്ടാവും. അപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ആവേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഇൻ്റർമിറ്റൻ്റ് ആയിട്ടുള്ള സ്റ്റാർട്ടിങ് ആൻഡ് സ്റ്റോപ്പിംഗ് വരാൻ നേരത്ത് തന്നെ ഇലക്ട്രിസിറ്റി കൺസംഷൻ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അത് ആവശ്യമില്ലാതെ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് കൂട്ടും ഈ കപ്പാസിറ്റി കുറഞ്ഞ AC വെക്കാൻ നേരത്ത്. കപ്പാസിറ്റി കൂടിയാൽ എന്താ സംഭവിക്കും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ AC പർപ്പസ് തണുപ്പ് നൽകുക എന്ന് മാത്രമല്ല, ഹ്യൂമിഡിറ്റി കൺട്രോൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ റൂമിൻ്റെ ഉള്ളിലുള്ള ഹ്യൂമിഡിറ്റി കംപ്ലീറ്റ് ഈ AC വലിച്ചെടുത്തിട്ട് അതാണ് വെളിയിൽ നമുക്ക് AC കുറച്ച് വെള്ളം വരുന്നത് കാണാം പൈപ്പിൽ കൂടി, ഡ്രെയിൻ വാട്ടർ. ഈ വാട്ടർ വരുന്നതെല്ലാം ഈ ഹ്യൂമിഡിറ്റി AC വലിച്ചെടുത്തിട്ടാണ്. അപ്പോൾ ഈ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ നേരത്താണ് നമ്മൾ ശരിക്കും കംഫർട്ടബിൾ ആവുന്നത്. അപ്പോൾ വലിയ AC വെക്കുമ്പോൾ എന്താ ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ AC പെട്ടെന്ന് തണുക്കും. വലിയ AC ആയതുകൊണ്ട് ആ തണുപ്പ് പെട്ടെന്ന് കിട്ടും. ഡിസൈഡ് ടെമ്പറേച്ചർ ലെവൽ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചർ അച്ചീവ് ചെയ്യാൻ നേരത്തെ AC ഓഫ് ആവും. AC ഓഫ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂമിഡിറ്റി കൺട്രോൾ നടക്കുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ പെട്ടെന്ന് തന്നെ ഈ AC ഓഫ് ആവുന്നതുകൊണ്ട് തന്നെ ആ ഹ്യൂമിഡിറ്റി പോകുന്നില്ല, തണുപ്പ് മാത്രമേ ഉണ്ടാവും, ഹ്യൂമിഡിറ്റി അവിടെ കൺട്രോളില്ല. അപ്പോൾ നമുക്ക് ഒരിക്കലും കംഫർട്ടബിൾ ആയിരിക്കില്ല. വളരെ വളരെ കോൾഡായിരിക്കും റൂം, നല്ല തണുപ്പായിരിക്കും, പക്ഷേ കംഫർട്ടബിൾ ആയിട്ട് കിടക്കാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ കപ്പാസിറ്റി മാറുമ്പോൾ ഉള്ള ഒരു അഡ്വക്കേറ്റ് കപ്പാസിറ്റി അല്ലെന്നുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന ദോഷം അതാണ്. എനർജി കൺസപ്ഷനെ കുറിച്ചും ഇലക്ട്രിസിറ്റി എങ്ങനെയൊക്കെ സേവ് ചെയ്യാം എന്നതിനെക്കുറിച്ചും AC വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതിനെക്കുറിച്ചും സർ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ചന്ദ്രലേഖയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ തന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കണം. ഇനി പുതിയൊരു അധ്യായത്തിൽ കാണാം.